അല്ല ഇത് ശരിയാവില്ല. എന്ത് മായം കളിച്ചിട്ടാടി നീ വീട്ടിനകത്തോട്ട് കയറിയത്? എവിടെ കൂടെയാടി നീ കയറി വന്നത്? അമ്മായി, എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം. ഞാൻ ഇപ്പൊ വരാട്ടോ. ഇപ്പം ബോധ്യായോ നിങ്ങൾക്കൊക്കെ? ഈ വന്നത് ഗാഥയാണെന്ന കാര്യത്തില് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്താ മാണിക്കുഞ്ഞെ, നിലവിളക്ക് വെക്കാൻ ഇപ്പൊ ഇവിടെ വന്നത് നവീന്റെ ഭാര്യ തന്നെയല്ലേ? അതെ മുത്തശ്ശി, പക്ഷേ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കാം. ഞാനേ കുറച്ച് ദൂരേക്കാ പോയത്. കണ്ണനാംകുളങ്ങര ക്ഷേത്രത്തില് ഇന്ന് ഒരു പ്രത്യേക നാഗപൂജ ഉണ്ടായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ ആ കാര്യം അറിഞ്ഞ്. നവീന് വേണ്ടി ഒരു പ്രത്യേക പൂജ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്രയും ദൂരേക്ക് പോവാണെന്ന് പറഞ്ഞാ ഇവിടെ ആരും സമ്മതിക്കില്ലല്ലോ. മാത്രമല്ല അവിടെ ചില കഠിനമായ കാര്യങ്ങള് അനുഷ്ഠിക്കാനുണ്ടായിരുന്നു. ദാ എല്ലാവരും പ്രസാദം എടുത്തോളൂ. നവീന് വേണ്ടി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ആരൊക്കെ തടസ്സം നിന്നാലും നവീന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഗാഥമാഡം, ഞാൻ ഗാഥമാഡത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ? ഗാഥമാഡം പോയതും വന്നതുമൊക്കെ മോളിക്കുട്ടിയുടെ ഓട്ടോയിലാണോ? മോളിക്കുട്ടിയോ? ഏത് മോളിക്കുട്ടി? അന്ന് പ്രോപ്പർട്ടി അഗ്രിമെന്റിന് അനിയൻ സാറിന്റെ കൂടെ വന്ന മോളിക്കുട്ടിയില്ലേ? ഞാൻ എന്തിനാ ആ കുട്ടിയുടെ വണ്ടിയിലൊക്കെ കയറുന്നേ? ഞാനേ മമ്മിയെ വിളിച്ചു, മമ്മി എനിക്ക് വണ്ടി അയച്ചു തന്നു. ഞാൻ അതിലാ പോയി വന്നേ. അപ്പോഴൊരു പ്രശ്നമുണ്ടല്ലോ. ഈ വീട്ടിലേക്ക് നീ ഏത് വഴിയാ കേറിയേ? പിൻഭാഗം വഴി. അതെന്തിനാ പിൻഭാഗം വഴി കയറിയത്? ഒരു വീട്ടിലേക്ക് ഒരാൾ വരുന്നത് മുൻഭാഗത്ത് കൂടിയല്ലേ? ഞാൻ വന്ന വണ്ടിയില്ലേ പിൻഭാഗത്തെത്തിയപ്പോ കേടായിപ്പോയി. അയാളത് ശരിയാക്കി ഉമ്മർത്ത് കൊണ്ടുവന്ന് വിടാന്നൊക്കെ പറഞ്ഞതാ. ഞാൻ പിന്നെ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിൻഭാഗം വഴി കേറിപ്പോന്നു. അതൊരു തെറ്റാണോ? മതി മതി, ഇനി ആരും മോളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിർമ്മലയുടെ മാണിക്കുഞ്ഞിന്റെ സംശയമൊക്കെ തീർന്നല്ലോ. എന്റെ സംശയമൊന്നും തീർന്നിട്ടില്ല. എടാ മോനെ നവീനെ, നീ സൂക്ഷിച്ചോ. അമ്മായിന്ന് പോയേ? ഇത് ഞാൻ തെളിയിച്ചിട്ട് തന്നെ കാര്യം. ഗാഥ, ഇനിയെങ്കിലും എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. താൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ കാണുന്നുണ്ടല്ലോ. എല്ലാരും കൂടി ആകെ കൺഫ്യൂഷൻ ആയിക്കളെ. അമ്മായി അമ്മാവന്റെ ഒക്കെ പുറകെ ദേ ഇപ്പൊ ഇയാളും കൂടി തുടങ്ങിയിരിക്കുക. നവീൻ ചെന്ന് ഡ്രസ് മാറ്. ക്ഷേത്രത്തിലെ കാര്യങ്ങളെ ഒരുപാട് പറയാനുണ്ട്. മാണിക്കുഞ്ഞോടൊന്നും നിന്നേ. ഇവിടെ ആവശ്യത്തിന് കുഴപ്പങ്ങള് ഉദയനും നിർമ്മലയും കീർത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി നീയായിട്ട് പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. ഇനി വേറെ ഗാഥയുണ്ട്, അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോ? ഇതെന്തിനാ താൻ വീണ്ടും ചപ്പാത്തി വെച്ചത്? ആര് വെച്ചു? പിന്നല്ലാതെ ഞാനിപ്പോ മുഴുവൻ കഴിച്ചല്ലേ. പിന്നെ ഓർമ്മ എവിടെ നിന്നാ വന്നത്? നവീൻ എന്താലോചിച്ചാ ഭക്ഷണം കഴിക്കാനിരിക്കുന്നേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിലേ ഒരു 100 കൂട്ടം ആലോചന ഉണ്ടാവും. അതുകൊണ്ടാ പ്ലേറ്റിലിരിക്കുന്ന ഭക്ഷണം കഴിച്ചു തീർത്തൂന്ന് തോന്നുന്നേ. എടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ കഴിച്ചു തീർന്നാണ്. പിന്നെന്താ, ഇവിടെ കുട്ടിച്ചാത്തനുണ്ടോ? ഒരു കുട്ടിച്ചാത്തനെ എനിക്ക് സംശയം. അതെ, പകല് മുഴുവൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് അലയുന്നുണ്ട്. പിന്നെന്താ രാത്രി വന്നിരിക്കുമ്പോ നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചാല് ശരീരത്തിനെ കൊണ്ടേ
ജോലി എടുപ്പിച്ചാൽ മാത്രം പോരാ. ശരീരത്തിന് വേണ്ട ഇന്ധനം നമ്മൾ അങ്ങോട്ടും കൊടുക്കണം. അല്ലെങ്കിലേ ശരീരം പിണങ്ങും, അറിയാവോ? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രയാണ് നമ്മുടെ ആയുസ്. അങ്ങനെയാണെങ്കിലേ ഈ പറയുന്ന ആള് സ്വന്തം ശരീരത്തിന് അത്ര സ്നേഹിക്കുന്നുണ്ടോ? ഭക്ഷണം കിള്ളി കഴിക്കുന്നല്ലാതെ നേരെ ചൊവ്വ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ അത് സൂക്ഷിച്ചു നോക്കാത്തോണ്ടാ. ആര് പറഞ്ഞു സൂക്ഷിച്ചു നോക്കുന്നില്ലെന്ന്? ഞാൻ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന പോലെ വേറെ ആര് നോക്കിയാലും അവര് മിക്കവാറും പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും, അറിയോ? ഒരു കാര്യം ചെയ്താലോ, ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിച്ചു തീർക്കാം. അയ്യോ എനിക്ക് വേണ്ട. എന്നാ എനിക്കും വേണ്ട. ആ ഇത് കഷ്ടാട്ടോ. എടോ താനിത് കുറച്ച് കഴിക്കുകയാണെങ്കിൽ ഞാനിത് കഴിച്ചു തീർക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം? ഓക്കെ ആണോ? കഴിക്കാം.